ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പൊ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വേൾഡ് ആണ്. നിങ്ങളിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അത് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുൻപിലുണ്ട്. ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹമാകാം, അതുപോലെ വിദേശത്തെ ജോലിയാവാം, എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ അത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നു. അതിനുവേണ്ടി നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അത്രമാത്രം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ ബ്ലെസ്സിങ്സ് ആണ് ധാരാളമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നു. സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അതുവഴി മുന്നോട്ട് പോകാൻ ഇപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അതുപോലെ നിങ്ങളുടെ പ്രണയകാര്യങ്ങളാവാം, അതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള എനർജീസും ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെയാണ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിന് ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അവസരങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ത് അവസരങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചിലപ്പോൾ എന്തിനാണ് ഏതെങ്കിലും വ്യക്തികളെ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി അതുമല്ല ഏതെങ്കിലും മാരേജ് പ്രപ്പോസൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാവാം. ഇനി അതുമല്ല എന്തെങ്കിലും ജോലി കാര്യത്തിന് എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നോ, അതിൻ്റെ ഒരു മെസ്സേജ് വരുന്നോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന എനർജി ആവാം. അതുവഴി അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വന്നു ചേരുന്നത് എന്നാണ് കാണുന്നത്. കാരണം തീർച്ചയായിട്ടും ആരോ നിങ്ങളിലേക്ക് സന്തോഷകരമായ ഒരു ന്യൂസ് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നല്ല വിൽ പവർ ഉണ്ടാവുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. നമ്പർ 7 ആണ്. ഇവിടെ ഈ വിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? വലിയ യോഗ്യതകളൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനഃശക്തി കൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. മനസ്സിലായി? ആ ഒരു വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും വരുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിന് ധൈര്യമില്ല എങ്കിൽ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ ഒന്നുമില്ലെങ്കിൽ പോലും മനസ്സിന് നല്ല ധൈര്യമുണ്ട്. പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഒരു തരത്തിലും ഇവിടെ ലൈസൻസ് എടുത്തിട്ടില്ല, പക്ഷെ വാഹനമൊക്കെ ഓടിക്കാൻ നല്ലതുപോലെ കഴിയുന്നു. ലൈസൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിലോ അവിടെ പേടിച്ച് വരച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ പവർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് മൈൻഡ് എപ്പോഴും. അപ്പോൾ മൈൻഡ് എപ്പോഴും പവർഫുൾ ആണോ പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കാം. പലരും സ്വപ്നം കാണും, ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നെല്ലാം സ്വപ്നം കാണും. പക്ഷെ ഈ സ്വപ്നം കാണുന്നതെല്ലാം സാക്ഷാത്കരിക്കണമെങ്കിൽ എന്താണ് ആവശ്യമുള്ളത്? അതിനായിട്ട്
പരിശ്രമിക്കണം. പക്ഷെ ഇവിടെ ഉറങ്ങുമ്പോഴല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. മനസ്സിലായോ? ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം എന്താണ്? എപ്പോഴും നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. മുൻപെങ്ങോ ചിലപ്പോൾ ചിന്തിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിനെ തട്ടിയ ചില കാര്യങ്ങളാവാം. ഇനി ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണെങ്കിലോ അത് നടപ്പിലാക്കേണ്ടതാണ്. മനസ്സിലായി? ഉണർന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. അപ്പൊ അതായത് നിങ്ങളെ ഉറക്കം കെടുത്തുന്നതാവണം സ്വപ്നം. മനസ്സിലായോ? ഉറക്കം കെടുത്തുന്നതാവണമെന്ന് പറയുന്നത് എന്താണ്? ഉറങ്ങാതെ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഉറക്കത്തെ കെടുത്തുന്നതാവണം നിങ്ങളുടെ സ്വപ്നം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് സഫലീകരിക്കാൻ സാധ്യമാകും എന്നുള്ളതാണ്. സഫലീകരിക്കാൻ കഴിയും നിങ്ങളെ കൊണ്ട്. അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ വളരെയധികം പരിശ്രമിക്കണം. വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. ലക്ഷ്യബോധമുണ്ട്. മനസ്സിന്റെ ശക്തി കൊണ്ട് ഇവിടെ സക്സസിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുമല്ല, ഏതെങ്കിലും യാത്രകൾ നടത്താൻ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ വാഹനത്തിന് ലൈസൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഉണ്ടാവാം. എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുത്താനോ എങ്ങനെയായാലും നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഇവിടെ മനസ്സിന് വളരെയധികം ശക്തി കൊടുത്തുകൊണ്ട് നല്ല വിധത്തിൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ 11 ആണ് നമ്പർ. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. മുന്നോട്ടൊരു പോസിറ്റീവായ ലൈഫിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ്? ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളിലാവണം നിങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പലർക്കും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില സംസാരങ്ങളെ, ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളൊക്കെയും ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി? അല്ലാതെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കും. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങളിൽ കളങ്കമില്ലായ്മയാണുള്ളത്. അതാണ് പറയുന്നത്. മറ്റു പല കാര്യങ്ങളിലും നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു ജസ്റ്റിസ്, എന്തെങ്കിലും എനിക്ക് നീതി വരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ. അതിന് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതാണ്. അപ്പം മറ്റു ഒരുപാട് സാഹചര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നു. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായി? മറ്റൊരാളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ ത്യാഗം സഹിക്കുകയേ വേണ്ട. ഇവിടെ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അവരവർക്ക് വേണ്ടി അവരവർ ഇവിടെ പാടുപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും. നിങ്ങളിൽ കളങ്കമില്ലായ്മ ഉണ്ട് എങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും ഇവിടെ. അതാണ് ഇവിടെ കാണുന്നത്. ഒരു ഡിവൈൻ സപ്പോർട്ടാണ്. മനസ്സിലായി? ഒരു ഡിവൈൻ സപ്പോർട്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിലും ഇപ്പോൾ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാവണം. അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 9 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് ഇവിടെ. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവിടെ വല്ലാണ്ട് പാടുപെടുകയാണ്. ഉറക്കമില്ലാതെ പാടുപെടുന്നുണ്ട്. അപ്പോൾ ഉറക്കമില്ലാതെയും പാടുപെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി 9 വാൻസും ഉണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഇവിടെ പ്രയത്നിക്കുന്നു. ഒന്നുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ 10 ആവും. ചിലപ്പോൾ ഈ ഒരു ജസ്റ്റിസിന് വേണ്ടി ആയിരിക്കണം നോക്കിയിരിക്കുന്നത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ആകപ്പാടെ ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നു, ആകപ്പാടെ വിഷമിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ എന്തൊക്കെയോ അനാവശ്യകരമായ സംസാരം കേട്ടിട്ട് മനസ്സിന് വിഷമം ഉണ്ടാകുന്നു. അങ്ങനെ മനപ്രയാസത്തോടുകൂടി, മനസ്സിന് വളരെയധികം വിഷമത്തോടുകൂടി ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ ഒന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് നോക്കാം. ഇവിടെ 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 7 ആണ്, നമ്പർ 7 ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചുറ്റിനും
പ്രശ്നങ്ങളാണ് ചുറ്റിനും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും എന്താണ് ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, അത് വന്നിട്ടില്ല. എന്തുകൊണ്ട്? പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തലകുമ്പിട്ട് കീഴോട്ട് നോക്കിയിരിക്കുന്നത്. നേരെ നോക്കാൻ പറ്റുന്നില്ല. ഇവിടെയോ? ഇവിടെ നേരെ നോക്കാൻ പറ്റുന്നില്ല, ഒരു സൈഡിലോട്ടാണ് നോക്കുന്നത്. കാരണം എന്താണ്? ചുറ്റിനും കൂരമ്പുകളാണ് ഇവിടെ തറയ്ക്കാൻ പോകുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ് ഇവിടെ. മറ്റുള്ളവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചേൽപ്പിക്കുകയാവാം, അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പറ്റിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ഇവിടെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പാർട്ട്ണറോട് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടായിട്ട് അവർ ചിലപ്പോൾ ചോദിക്കുന്നതാവാം. ആകെപ്പാടെ ഇവിടെ നിങ്ങൾ മനപ്രയാസത്തിലാണ് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് കിട്ടും. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനിയെങ്കിലും നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കണം. ഇങ്ങോട്ട് ആരെയും കടത്തി വിടാൻ പാടില്ല. അത്ര ഇഷ്ടമുള്ള വ്യക്തികളെ പോലും കടത്തി വിടാൻ പാടില്ല. കുറച്ചൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ മൈൻഡ് ഒന്ന് കാം ആൻഡ് കൂളാവും. അപ്പോൾ അവിടെ നിന്നും പുതിയ പുതിയ തോട്ട്സ് ഉണ്ടാവും. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക, അങ്ങനെ മുന്നോട്ട് വരിക. അപ്പോൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ വലിയ തെറ്റുകളും കുറ്റങ്ങളും ഒന്നുമില്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യാം എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തൊക്കെ കിട്ടിയാലും നിരാശ മാത്രമേ ഉള്ളൂ. 4 ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചുറ്റിനും ഉണ്ട്. പക്ഷേ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരാശയിലിരിക്കുകയാണ്. ദൈവികമായ എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. കാരണം മുൻപിലുള്ള ഒന്നും വേണ്ട, എനിക്ക് വേറെ എന്തോ ആണ് വേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് വന്നു ചേരുന്നില്ല. പക്ഷെ അവിടെ അപ്രതീക്ഷിതമായിട്ട് ഡിവൈൻ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. ശ്രദ്ധയില്ലായ്മ കാരണം നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ ഇവിടെ ഇല്ലാതെയാവും. മനസ്സിലായോ? അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടാവണം. നിങ്ങളിൽ തന്നെയും ഒരു ശ്രദ്ധ ഉണ്ടാവണം. മനസ്സിലായോ? ദൈവാനുഗ്രഹം വരുന്നത് എപ്പോഴാണെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ടാണ് വരുന്നത്. ദൈവവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം വരുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറയുന്നത്. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം ലഭിക്കുന്നത്. ഏത് കാര്യത്തിലും ഒരു ശ്രദ്ധ അത്യാവശ്യമാണ്. പഠിക്കാൻ പോകുന്നു, ശ്രദ്ധയില്ലാതെ അവിടെ ജയിക്കാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ സംസാരിക്കുകയാണ് നിങ്ങളോട്, അത് ശ്രദ്ധാപൂർവം കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുമോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയി ഒരു ശ്രദ്ധയോടുകൂടി അവിടെ നിന്നില്ല എങ്കിൽ നിങ്ങളെ കടക്കാരൻ കബളിപ്പിക്കും. ഇങ്ങനെയാണ് ഏത് കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയോടുകൂടി ബിസിനസ് ചെയ്യുന്നു, ശ്രദ്ധയില്ലാതെയോ ചെയ്തു കഴിഞ്ഞാലോ അതും അവിടെ പരാജയമാകും. എന്ന് പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇവിടെ ഡിവൈൻ ഗിഫ്റ്റ് വരുന്നുണ്ട്, പക്ഷെ അത് ശ്രദ്ധയില്ലായ്മ നിമിത്തം അത് കാണുന്നില്ല. അവിടെ നിങ്ങൾക്കൊരു പരാജയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. കണ്ടില്ലേ, വളരെയധികം സ്ട്രെങ്ത് കൈവരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനഃശക്തി കൈവരിക്കുക, ശാരീരികമായ ശക്തി കൈവരിക്കുക, മുന്നോട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ നിസ്സാര പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് പോകാൻ ഇവിടെ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും. നിങ്ങളെ തട്ടി മറ്റൊന്നും മുന്നോട്ട് പോവില്ല. കാരണം നിങ്ങൾക്ക് അവിടെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ട്, ശക്തിയുണ്ട്. നിങ്ങളത് കൈവരിച്ചിരിക്കുന്നു. മനസ്സിലായി? അതാണ് ഇവിടെ കാണുന്നത്. 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അബണ്ടൻസിന്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് നിസ്സാര കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരണം.
മനസ്സിലായോ? അത് അല്ലെങ്കിൽ ആ ഒരു ശക്തി നിങ്ങൾ കൊണ്ടുവരണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംസാരങ്ങളെ എല്ലാം ഒഴിവാക്കണം. വ്യക്തികളെ, ചില സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസും ലഭിക്കും, നിങ്ങൾക്ക് ധൈര്യവും മനോധൈര്യവും ലഭിക്കും. മനസ്സിന് ധൈര്യം ലഭിക്കണം, ഇവിടെ ശ്രദ്ധ വേണം പല കാര്യങ്ങളിലും. അതാണ് നമ്മുടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ അത്യാവശ്യമാണ്. മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് വരണം. ഇവിടെ കണ്ടില്ലേ ചാരിയായിട്ട് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു വിജയമാണ്, ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ റീയൂണിയൻ ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഡിവൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധയോടും കരുത്തോടും കൂടി മുന്നോട്ട് വരിക. അതാണ് നിങ്ങളുടെ ജീവിതത്തിന് വിജയം നൽകുന്ന. ഓഹോ, ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് കണ്ടില്ലേ? 4 ഓഫ് വാൻഡ്സ്. 4 ഓഫ് വാൻഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ 4 അല്ല, ഇവിടെ ഒത്തിരി സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. എന്തിന്റെ സന്തോഷമാണ് ഇവിടെ? കുടുംബസഹിതം നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ആരുടെയെങ്കിലും ഒക്കെ വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. കൂടിച്ചേർന്ന് എൻജോയ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് സാധിക്കും. ചിലപ്പോൾ പുതിയ വാഹനങ്ങളാവാം, വീട് വാങ്ങിക്കാനാവാം. ചിലപ്പോൾ കണ്ടില്ല, ഇവിടെ വീടൊക്കെ ഉണ്ട്. വീട് വാങ്ങിക്കാനുള്ള എനർജി ഉണ്ടാവാം നിങ്ങൾക്ക് ഇന്ന്. അതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ. ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. കാര്യം കുടുംബസഹിതം ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ചിലപ്പോൾ കോടതി വഴിയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നീതി നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു നീതി ഇവിടെ നിങ്ങൾക്ക് നടപ്പാകുന്നു. സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൊട്ടുകാട് 5 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ ഏതിനു വേണ്ടിയാണോ ഇവിടെ ആഗ്രഹിക്കുന്നത്, ഇവിടെ കടിപിടി കൂടുകയാണ്. എന്തിനു വേണ്ടി? സക്സസിന് വേണ്ടിയാണ് കടിപിടി കൂടുന്നത്. ആ സക്സസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് യൂണിക്കോൺസിന്റെ കാർഡ്സ് ഒന്ന് നോക്കാവേ. എന്താണ് യൂണിക്കോൺസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ സെഞ്ചുറിയാണ് വന്നിരിക്കുന്നത്. ടേക്ക് ടൈം ഔട്ട് ഫ്രം ദി വേൾഡ്, സ്പെൻഡ് മോർ ടൈം അലോൺ. ഇവിടെ എലോണായിട്ട്, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സമയം ചെലവാക്കാൻ പറ്റുമോ? അത് ഏറ്റവും നല്ലതാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പല പല ഐഡിയാസ് നിങ്ങളിലേക്ക് ലഭിക്കുന്നത്. മനസ്സിലായി? കൂട്ടം ചേർന്ന് ഇരുന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മറ്റു പലരുടെയും കാര്യങ്ങളിൽ ഇടപെടും, അല്ലെങ്കിൽ പലരുടെയും കാര്യങ്ങളെക്കുറിച്ചാവും സംസാരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ചില ഐഡിയാസ് കിട്ടും. ഈ ഒരു ഡിവൈൻ ശക്തി നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അതിലൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കും. യൂണിവേഴ്സിനോട് താങ്ക് യു എങ്കിലും പറയാനുള്ള ആ ഒരു ശക്തി ഉണ്ടാവും. പിന്നെ ഡിവൈൻ പവർ നിങ്ങൾക്ക് ലഭിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നല്ല നല്ല ഐഡിയാസ് നിങ്ങൾക്ക് കൊണ്ടുവരാനും അതിലൂടെ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. കമ്പാഷനാണ്. ജെന്റിൽ വിത്ത് യുവർ സെൽഫ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കണ്ടില്ലേ? ഇവിടെ എന്താണ്? എല്ലാവരോടും ഒരു കമ്പാഷൻ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരോടും ഒരു മനസ്സലിവുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവണം. ആരോടും വളരെയധികം ഹാർഷായിട്ട് അല്ലെങ്കിൽ പരിക്കനായിട്ട് പെരുമാറാൻ പാടില്ല, റഫ് ആവാൻ പാടില്ല. ആരെങ്കിലും നമ്മളെ കാണുമ്പോൾ തന്നെയും ഒരു പുഞ്ചിരി നമ്മുടെ ചുണ്ടിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടാകുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നത്, അല്ലെ? അല്ലാതെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമോ? അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരോടൊരു ദയ ഉള്ള വ്യക്തിയാവണം എന്ന് കരുതി എല്ലാവർക്കും എല്ലായ്പ്പോഴും അങ്ങ് ചെയ്തു കൊടുക്കാൻ സന്നദ്ധനായിട്ട് വേണ്ട. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ദയ ഉണ്ടാവണം. മനസ്സിലായോ? അത് നിങ്ങളെ കാണുന്ന വ്യക്തികൾക്ക് അത് അനുഭവപ്പെടണം.
മനസ്സിലായി? അതാണ് നിങ്ങൾക്ക് സ്വയം ഈ ഒരു ഗുണം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹീലറാണ്. നിങ്ങൾക്കൊരു നല്ല ഹീലറാവാൻ കഴിയും. അതായത് യു ഹാവ് പവർഫുൾ ഹീലിംഗ് സ്കിൽസ് ഗിഫ്റ്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവം കുറേ കഴിവുകളെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ നല്ല രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സംസാരങ്ങളുമാണ് മറ്റുള്ളവർക്ക് ഹീലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അല്ലെ? നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ ഒരു വ്യക്തി നമ്മളോട് അടുത്ത് വരിക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസാരം കൊണ്ട് അവർക്കൊരു ഹീലിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ പ്രവൃത്തികളും അതുപോലെ ആവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ്, ദൈവം തന്നിട്ടുള്ള സമ്മാനങ്ങളാണ്. ഇത് സ്വാഭാവികമായിട്ട് നമുക്കുണ്ട് ഈ ഒരു കഴിവ്. അപ്പൊ നമ്മൾ അത് വിനിയോഗിക്കുകയാണ് അത്യാവശ്യം. അത് നിങ്ങൾ വിനിയോഗിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബിലവഡ് ആണ് വന്നിരിക്കുന്നത്. പ്രിപ്പയർ ഫോർ യുവർ ലൈഫ് പാർട്ട്ണർ. മനസ്സിലായി? ഇവിടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് വളരെയധികം സന്തോഷത്തിൽ കഴിയാൻ ശ്രമിക്കൂ. എല്ലായ്പ്പോഴും അവരിൽ നിന്ന് അകന്നിരിക്കാനോ അവരോട് അനാവശ്യമായിട്ട് സംസാരിക്കാനോ അവരുടെ സ്നേഹത്തെ നിലനിർത്താൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക, നിങ്ങൾ ലവബിളാണ്. നിങ്ങൾ ഈ സ്നേഹം, അവരുടെ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക. മാറ്റത്തിന് വിധേയമാവുക നിങ്ങളുടെ പാർട്ട്ണറോട്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ യൂണിക്കോൺസ് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യണേ. ഹൈപ്പിൻ്റെ കാര്യമൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.